നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കസ്റ്റം ടൂൾ ടിപ്സ് ആണ്. അപ്പം ടൂൾ ടിപ്സ് നമ്മൾ ഓൾറെഡി ചെയ്ത് കാണിച്ച എന്താണ്, അതായത് നമ്മളിപ്പോ ഒരു ബാർ ഗ്രാഫിന്റെയോ അല്ലെങ്കിൽ ലൈൻ ഗ്രാഫിന്റെയോ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾ ടിപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ രീതിയിൽ എങ്ങനെ ടൂൾ ടിപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യും. അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളുടെ പവർ ബി ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പേജ് ആഡ് ചെയ്തിട്ടുണ്ട്, ന്യൂ പേജ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫോർമാറ്റ് എടുക്കാം. ഫോർമാറ്റില് പേജ് ഇൻഫർമേഷൻ എടുക്കാം. അപ്പം അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പേജിന്റെ നെയിം ആയിരിക്കും വരാം. ഞാനിപ്പോ ഇവിടെ പ്രത്യേകിച്ച് പേരൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാറ്റഗറി ടൂൾ ടിപ്പ് കൊടുക്കാം. നെക്സ്റ്റ് പേജ് ടൈപ്പ് ടൂൾ ടിപ്പ് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്യാൻവാസ് സെറ്റിംഗ്സ് എടുക്കാം. അതിലെന്താ ടൈപ്പ് ഇപ്പൊ ഞാൻ കസ്റ്റം കൊടുക്കാണ്. പിന്നെ നമുക്ക് ഇവിടെ ഹൈറ്റും വിഡ്ത്തും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഹൈറ്റ് 225ഉം വിഡ്ത്ത് 425 കൊടുക്കാണ്. കണ്ടോ, അപ്പൊ ഇവിടെ സൈസ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി ക്യാൻവാസിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ബ്ലാക്ക് കളറാണ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തിരിക്കുന്നത്. ട്രാൻസ്പാരൻസി ഞാനിവിടെ 0 ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ കളർ മാറിയിട്ടുണ്ട്, സൈസും മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൾട്ടി റോ കാർഡ് മീൻസ് ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ കൊടുക്കുന്ന ഫീൽഡ്സ് ടോട്ടൽ റവന്യൂ, കുറച്ച് ഫീൽഡ്സ് നമ്മൾ ഇനി ആഡ് ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ ആദ്യം ഞാൻ ടോട്ടൽ റവന്യൂ ആഡ് ചെയ്യുന്നു. പിന്നെ ടോട്ടൽ പ്രോഫിറ്റ്, ടോട്ടൽ ഓർഡേഴ്സ്, ടോട്ടൽ റിട്ടേൺസ്, പിന്നെ റിട്ടേൺ റേറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തു. കണ്ടോ, ഇവിടെ ആ വാല്യൂസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൾട്ടി റോ കാർഡിന്റെയും ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ഈ ഫോണ്ടും ഒക്കെ മാറ്റി കൊടുക്കാം. അത് സെയിം ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് എടുക്കാം. അതിലെന്താ കോൾ ഔട്ട് വാല്യൂസിൽ ആദ്യം നമുക്ക് ഫോണ്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ഈ ഫോണ്ടിന്റെ കളർ ബ്ലൂ ആക്കാണ്. അത് കഴിഞ്ഞ് കാറ്റഗറി ലേബിൾസ് എടുക്കാം. അവിടുത്തെ കളർ ഞാൻ വൈറ്റ് ആക്കി കൊടുക്കാണ്. നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബ്ലാക്കും ആക്കി കൊടുക്കാണ്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മളൊരു ഇത് ഞാനിവിടെ ഇതാക്കട്ടെ. ഓക്കെ, ഇതിന്റെ ഉള്ളിലേക്ക് ഞാനൊരു ഏരിയ ചാർട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ്. ഓക്കെ, ഞാനിവിടെ ഒരു ഏരിയ ചാർട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും വാല്യൂ കൊടുക്കുക. എക്സ് ആക്സിസിൽ ഞാൻ സ്റ്റാർട്ട് ഓഫ് വീക്കും സ്റ്റാർട്ട് ഓഫ് വീക്ക് എക്സ് ആക്സിസിലും കൊടുത്തു. വൈ ആക്സിസിൽ ടോട്ടൽ ഓർഡേഴ്സും കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഏരിയ ചാർട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും മാറ്റാം. ഓക്കെ, ഫോർമാറ്റിൽ ചെന്നിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറും മീൻസ് ആ ഗ്രാഫിന്റെ കളറൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സെയിം തീം തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ബ്ലൂ കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു.